ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. തനിക്കെതിരെ കൊയിലാണ്ടി ഏരിയ സെക്രട്ടറി നടത്തിയ പ്രസ്താവന വസ്തുതാ വിരുദ്ധമെന്ന് NV ബാലകൃഷ്ണൻ. നിപ്പ പ്രതിരോധം. മന്ത്രി വീണ ജോർജിന്റെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്നു. മൊകവൂർ ദേശീയപാതയിൽ അമ്പലപ്പടിയിൽ പാചകവാതക ബുള്ളറ്റ് ടാങ്കറിന്റെ ഷാസിയിൽ നിന്ന് വേർപെട്ട നിലയിൽ. മലബാറിലെ ക്ഷേത്ര ജീവനക്കാരോട് സർക്കാർ കാണിക്കുന്ന അവഗണനയിൽ പ്രതിഷേധിച്ച് ജൂലൈ 21 കരിദിനമായി ആചരിക്കുമെന്ന് സംയുക്ത സമരസമിതി. ഞാൻ സാന്റീന പ്രഭാത്. വിശദമായ വാർത്തകളിലേക്ക്. തനിക്കെതിരെ കൊയിലാണ്ടി ഏരിയ സെക്രട്ടറി നടത്തിയ പ്രസ്താവന വസ്തുതാ വിരുദ്ധമെന്ന് NV ബാലകൃഷ്ണൻ. ഇതിനെതിരെ നിയമ നടപടി സ്വീകരിച്ചതായും NV ബാലകൃഷ്ണൻ പറഞ്ഞു. CPM-ന്റെ കൊയിലാണ്ടി ഏരിയ സെക്രട്ടറി അങ്ങനെ തുടങ്ങിയിട്ട് ഈ കാര്യങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ളവർക്കെതിരായ വക്കീൽ നോട്ടീസ് ഇതിനകം തന്നെ അയച്ചു കഴിഞ്ഞിട്ടുണ്ട്. ആ വക്കീൽ നോട്ടീസിന്റെ അടിസ്ഥാനത്തിൽ തങ്ങൾ ചെയ്തിട്ടുള്ള ഗുരുതരമായ ഒരു മനുഷ്യനെ അപകീർത്തിപ്പെടുത്താൻ ചെയ്തിട്ടുള്ള കാര്യം മാപ്പ് പറഞ്ഞ് തെറ്റ് ഏറ്റുപറഞ്ഞ് അത് പ്രസിദ്ധീകരിക്കുകയും പിൻവലിക്കുകയും ചെയ്തിട്ടില്ലെങ്കിൽ തുടർന്ന് അങ്ങോട്ട് സിവിൽ ക്രിമിനൽ നടപടികളുമായി മുന്നോട്ട് പോകാൻ ഞങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. ഏതറ്റം വരെയും പോയി CPM-ൽ ഇത്തരത്തിലുള്ള കൊള്ളരുതായ്മകളെ ചെറുക്കണം എന്ന് തന്നെയാണ് ഇപ്പോഴും തീരുമാനിക്കുന്നത്. CPM-നെതിരായിട്ട് ഞങ്ങൾ ഉന്നയിക്കുന്നത് വിമർശനങ്ങളാണ്. വിമർശനങ്ങൾ എന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി എങ്ങനെയാണോ പ്രവർത്തിക്കേണ്ടത് അതിൽ നിന്ന് വ്യത്യസ്തമായി അങ്ങേയറ്റം മാഫിയാവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന കൊള്ളരുതായ്മകളെ വസ്തുനിഷ്ഠമായി വിമർശിക്കുക മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. സാധാരണഗതിയിൽ ഒരു രാഷ്ട്രീയ പാർട്ടി, പ്രത്യേകിച്ച് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി, അതിനോട് പ്രതികരിക്കുക, അതിനോട് മറുപടി പറഞ്ഞുകൊണ്ടാണ്. പക്ഷെ അത്തരത്തിലുള്ള മറുപടി പറയാൻ കഴിയാത്തത് കൊണ്ട് ഈ ആരോപണം ഉന്നയിക്കുന്ന അല്ലെങ്കിൽ ഈ ചർച്ചകൾ നടത്തുന്ന ആളുകളെ വ്യക്തിപരമായി തേജോവധം ചെയ്ത് അവസാനിപ്പിക്കുക എന്നുള്ളതാണ് CPM സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നയം. നിങ്ങൾക്കറിയാം, കുറച്ചു മുമ്പാണെങ്കിൽ TP ചന്ദ്രശേഖരന്റെ ഒക്കെ കാലത്താണെങ്കിൽ ചന്ദ്രശേഖരനെ കൊന്നു തള്ളുന്ന ഒരു നിലപാടാണ് അവർ സ്വീകരിച്ചത്. കോഴിക്കോട്ടെ പ്രശസ്ത അഭിഭാഷകനായ അഡ്വക്കേറ്റ് P. കുമാരൻകുട്ടി മുഖേന പ്രസ്താവന പിൻവലിച്ച് മാപ്പ് പറയണമെന്നാവശ്യപ്പെട്ട് ലോയർ നോട്ടീസ് അയച്ചിട്ടുണ്ട്. അതിനവർ സന്നദ്ധമാകാതെ വന്നാൽ നഷ്ടപരിഹാരത്തുക ആവശ്യപ്പെട്ട് സിവിൽ ക്രിമിനൽ നിയമ നടപടികൾ ആരംഭിക്കാനും തീരുമാനിച്ചിട്ടുണ്ടെന്നും NV ബാലകൃഷ്ണൻ പറഞ്ഞു. CPM മുൻ കൊയിലാണ്ടി ഏരിയ സെക്രട്ടറിയും ജനാധിപത്യവേദി നിർവാഹക സമിതി അംഗവുമായ NV ബാലകൃഷ്ണനെതിരെ CPM കൊയിലാണ്ടി ഏരിയ കമ്മിറ്റിക്ക് വേണ്ടി സെക്രട്ടറി പുറപ്പെടുവിച്ച പ്രസ്താവന തികഞ്ഞ അസംബന്ധവും വസ്തുതാവിരുദ്ധവും അങ്ങേയറ്റത്തെ വ്യക്തി അധിക്ഷേപവുമാണ്. കുറിപ്പിൽ പറയുന്ന കാര്യങ്ങൾ 100% നുണയും ജനങ്ങൾക്കിടയിൽ NV ബാലകൃഷ്ണനെ അപകീർത്തിപ്പെടുത്താനുള്ള ബോധപൂർവമായ നീക്കത്തിന്റെ ഭാഗവുമാണെന്നും ജനാധിപത്യവേദി ഭാരവാഹികൾ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. നിപ്പ പ്രതിരോധം. മന്ത്രി വീണ ജോർജിന്റെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്നു. ആരോഗ്യ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ യോഗത്തിൽ പങ്കെടുത്തു. മലപ്പുറത്ത് നിപ്പ വൈറസ് സംശയിക്കുന്ന സാഹചര്യത്തിൽ ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജിന്റെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്നു. അന്തിമ ഫലത്തിനായി കാത്തിരിക്കുന്നു. നിപ്പ പ്രോട്ടോകോൾ പ്രകാരമുള്ള നടപടികൾ രാവിലെ തന്നെ ആരംഭിച്ചിരുന്നു. നിപ്പ നിയന്ത്രണത്തിനായി സർക്കാർ ഉത്തരവ് പ്രകാരം രൂപീകരിച്ച SOP അനുകരിച്ചുള്ള കമ്മിറ്റികൾ രൂപീകരിച്ച് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കും. ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് മലപ്പുറത്തെത്തി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകും. ആരോഗ്യവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി, NHM സ്റ്റേറ്റ് മിഷൻ ഡയറക്ടർ, മലപ്പുറം കോഴിക്കോട് ജില്ലാ കളക്ടർമാർ, ആരോഗ്യവകുപ്പ് ഡയറക്ടർ, മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ, അഡീഷണൽ ഡയറക്ടർ, നിപ്പ ഏകാരോഗ്യ കേന്ദ്രം നോഡൽ ഓഫീസർ, സ്റ്റേറ്റ് മെഡിക്കൽ ബോർഡ് അംഗങ്ങൾ, മലപ്പുറം കോഴിക്കോട് DMOമാർ, DPMOമാർ,
ജില്ലാ സർവൈലൻസ് ഓഫീസർമാർ, മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽമാർ, സൂപ്രണ്ടുമാർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മൊകവൂർ ദേശീയപാതയിൽ അമ്പലപ്പടിയിൽ പാചകവാതക ബുള്ളറ്റ് ടാങ്കറിന്റെ ഷാസിയിൽ നിന്ന് വേർപെട്ട നിലയിൽ. ടാങ്കർ കാലിയായിരുന്നതിനാൽ അപകടം ഒഴിവായി. മൊകവൂർ ദേശീയപാതയിൽ അമ്പലപ്പടിയിൽ പാചകവാതക ബുള്ളറ്റ് ടാങ്കറിന്റെ ഷാസിയിൽ നിന്ന് ടാങ്കർ വേർപെട്ട നിലയിൽ. രാത്രി 10:30-യോടെയാണ് സംഭവം. മംഗളൂരു ഭാഗത്തേക്ക് പോകുന്ന ടാങ്കർ അടിപ്പാതയ്ക്ക് സമീപം വേഗത്തടയിൽ ബ്രേക്കിട്ടപ്പോഴാണ് വേർപെട്ടത്. ഗതാഗതം തടസ്സപ്പെട്ടതോടെ എലത്തൂർ പോലീസ് എത്തി ലോറി നീക്കം ചെയ്തു. ഗതാഗതം സുഗമമാക്കി. ടാങ്കർ കാലിയായിരുന്നതിനാൽ അപകടം ഒഴിവായി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മലബാറിലെ ക്ഷേത്ര ജീവനക്കാരോട് സർക്കാർ കാണിക്കുന്ന അവഗണനയിൽ പ്രതിഷേധിച്ച് ജൂലൈ 21 കരിദിനമായി ആചരിക്കുമെന്ന് സംയുക്ത സമരസമിതി. ജൂലൈ 22 പ്രതിഷേധ കൂട്ടായ്മയും സംഘടിപ്പിക്കും. OP 214/92 എന്ന നമ്പറിൽ കേരള ഹൈക്കോടതിയിൽ നിന്നും ക്ഷേത്ര ജീവനക്കാർക്കുള്ള ആനുകൂല്യ സേവന വേതന വ്യവസ്ഥകൾ തുല്യമായി പരിഗണിക്കണമെന്ന് വിധി വന്നിട്ട് നാളത്തേക്ക് 30 വർഷം, അതായത് 3 പതിറ്റാണ്ട് നാളത്തേക്ക് കഴിയും. ഇതുവരെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ആ വിധിയെക്കുറിച്ച് നിരവധി തവണ ചർച്ചകളും കാര്യങ്ങളൊക്കെ നടത്തിയല്ലാതെ വിധി ഇതുവരെ നടപ്പിലാക്കാനോ അതുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുവാനോ ഇതുവരെ ആരും തയ്യാറായി ഒരു സർക്കാർ. ഇത്ര കാലമായിട്ടും ക്ഷേത്ര ജീവനക്കാരുടെ കാര്യത്തിൽ കോടതി 3 പതിറ്റാണ്ട് മുൻപ് വിധിച്ച വിധി നടപ്പാക്കാത്തതിലും 3.5 വർഷം മുൻപ് സർക്കാർ പ്രഖ്യാപിച്ച ശമ്പള പരിഷ്കരണം ഇതുവരെയും നടപ്പിലാക്കാത്തതിലും പ്രതിഷേധിച്ച് കോടതി വിധിച്ച് 30 വർഷം പൂർത്തീകരിച്ച ജൂലൈ 21 കരിദിനമായി ആചരിക്കുവാനും പിറ്റേ ദിവസം തിങ്കളാഴ്ച രാവിലെ 11:30 സിവിൽ സ്റ്റേഷന് മുൻപിൽ പ്രതിഷേധിക്കുവാനും സംയുക്ത സമരസമിതി കൂട്ടായ്മ തീരുമാനിച്ചു. വേണ്ടതായ സേവന വേതന വ്യവസ്ഥകളോ കാര്യങ്ങളോ ഒന്നും ഇതുവരെ പരിഹരിക്കാൻ ഗവൺമെന്റിന് സാധിച്ചിട്ടില്ല. അപ്പോൾ നാളെ ആ 30 വർഷം കഴിയുന്ന നാളെ കരിദിനമായിട്ട് ആഘോഷിക്കുകയാണ്. ഇന്നും തുടരുന്ന മദിരാശി നിയമം മാറ്റാത്തത് സാക്ഷര കേരളത്തിന് അപമാനമാണെന്ന് വിളംബരം ചെയ്യുന്ന സമര പരിപാടികളാണ് ആസൂത്രണം ചെയ്യുന്നത്. HRMCയുടെ ഭാഗമായിട്ട് മദ്രാസ് റെജിമെന്റിന്റെ കീഴിൽ ആയിരുന്ന കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന പല കിരാത നിയമങ്ങളും ഇപ്പോഴും പ്രാവർത്തികമാക്കി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വാർത്താ സമ്മേളനത്തിൽ സംയുക്ത സമരസമിതി ചെയർമാൻ രാമകൃഷ്ണ ഹരി നമ്പൂതിരി, കൺവീനർ BV ശ്രീനിവാസൻ, ജോയിന്റ് കൺവീനർ MV ശശി, ട്രഷറർ P ശ്രീജിഷ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ജില്ലാ വാർത്തയിൽ ഒരിടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. The real beauty in your heart. Boche Gold and Diamonds. Buy now, pay later. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. IGFKയുടെ ആഭിമുഖ്യത്തിൽ ജൂലൈ 21 ഞായർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ച് ദേശീയ കരാട്ടെ ചാമ്പ്യൻഷിപ്പ് നടക്കുന്നു. പരിപാടി വള്ളിക്കുന്ന് MLA അബ്ദുൽ ഹമീദ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്യും. വേൾഡ് കരാട്ടെ ഫെഡറേഷന്റെ അംഗീകാരമുള്ള ജപ്പാൻ കരാട്ടെ ഇന്റർനാഷണൽ JKI-യിലാണ് ഞങ്ങൾക്ക് അഫിലിയേഷൻ ഉള്ളത്. അതുകൊണ്ട് അതെന്ന് വെച്ചാല് കാലാകാലങ്ങളിൽ നിന്ന് മാറ്റങ്ങളും ഞങ്ങൾ പഠിക്കാൻ മനസ്സിലാക്കാൻ സാധിക്കും അതുവഴി. അതിന്റെ ചീഫായിട്ടുള്ള യാസുയോഷി സായിറ്റോ മാസ്റ്റർ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ കേരളത്തിൽ എത്തിക്കാറുണ്ട്. ഇതിനാന്ന് വെച്ചാൽ ഈ പറഞ്ഞ മാതിരി കാലകാലങ്ങളിലുള്ള മാറ്റങ്ങൾ മനസ്സിലാക്കാനും കൂടുതൽ പഠിക്കാനും കുട്ടികളിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള ഇതിനുവേണ്ടിയാണ് ഞങ്ങൾ അങ്ങനെ ചെയ്യാറ്. IGFK കൂടുതൽ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങുകയാണ്. നിലവിൽ കേരളത്തിലെ മിക്ക ജില്ലകളിലും നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും IGFKയുടെ പരിശീലന കേന്ദ്രങ്ങൾ പ്രവർത്തിച്ചു വരുന്നുണ്ട്.
മുക്കം മുനിസിപ്പാലിറ്റിയുടെ നേതൃത്വത്തിൽ സ്ത്രീ സുരക്ഷാ പദ്ധതിയായ ആർച്ചയുടെ ഭാഗമായി സ്ത്രീകൾക്ക് മാത്രമായി IGFKയുടെ ഇൻസ്ട്രക്ടർമാർ പരിശീലനം നൽകി വരുന്നുണ്ട്. ഇപ്പോ മുക്കം നഗരസഭയുടെ ഒരു പദ്ധതി ഉണ്ട്, ആർച്ച, അക്വയറിംഗ് റെസിസ്റ്റൻസ് അഗൈൻസ്റ്റ് ക്രൈം ആൻഡ് ഹറാസ്മെന്റ്. ആ പദ്ധതി പ്രകാരം പെൺകുട്ടികൾക്ക് വേണ്ടി മാത്രമാണ് ഒരു പദ്ധതി ഉണ്ട്, കറക്റ്റ്. അത് ഞങ്ങൾ ഏൽപ്പിച്ചത്. അപ്പോൾ മുക്കം നഗരസഭയുടെ വാർഡുകളിലുള്ള വിവിധ സ്ഥലങ്ങളായിട്ട് ഏകദേശം 1000-ഓളം കുട്ടികളെ ഞങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അത് പദ്ധതി തുറന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ആ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. കൂടാതെ വിവിധ സ്കൂളുകളിലുള്ള ഞങ്ങൾക്ക് ക്ഷണമുണ്ട്. വാർത്താ സമ്മേളനത്തിൽ മുഖ്യ സംഘാടകൻ ഷിഹാൻ KT ഹക്കീം, സംഘാടക സമിതി ചെയർമാൻ VP രാജൻ, കൺവീനർ സക്കീർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കുറ്റ്യാടി കാക്കുനി നമ്പാംവയലിലെ നാരായണിക്കാവിലെ കാവ്യമേട എന്ന സ്വപ്ന ഭവനത്തിന് ഏറെ പ്രത്യേകതകളുണ്ട്. പ്രകൃതി സൗഹൃദമായ നിർമ്മിതി, ഏതു ചൂടിലും ശരീരത്തിനും മനസ്സിനും കുളിര് പകരുന്ന ഉൾഭാഗം, കൂടാതെ ഉപേക്ഷിക്കപ്പെട്ട കളിപ്പാട്ടങ്ങൾ വീടിനെ മനോഹരമാക്കി. ഒരു വീട് നിർമ്മിക്കുമ്പോൾ അത് ഏറ്റവും പ്രകൃതി സൗഹൃദമായിരിക്കണമെന്ന നിർബന്ധമുണ്ടായിരുന്നു കാക്കുനി നമ്പാംവയലിലെ നാരായണിക്കാവിൽ ശ്രീജേഷിന്. അതിനുള്ള അന്വേഷണങ്ങൾ വളരെ നേരത്തെ തന്നെ തുടങ്ങി. പ്രകൃതിക്ക് അധികം പരിക്കേൽപ്പിക്കാതെ ഏറ്റവും കുറച്ച് വസ്തുക്കൾ മാത്രം ഉപയോഗിച്ച് വീട് നിർമ്മിക്കാനായിരുന്നു ആഗ്രഹം. ശ്രീജേഷിന്റെ ഈ അഭിലാഷത്തിന് ആർക്കിടെക്ട് വിനു ഡാനിയേൽ സഹായിയായി. ഇതോടെ കാക്കുനി നമ്പാംവയലിൽ പിറന്നത് അതിമനോഹരമായ കാവ്യമേട. 5 വർഷം മുൻപാണ് ബാങ്ക് ജീവനക്കാരനായ ശ്രീജേഷ് വീട് നിർമ്മാണം ആരംഭിച്ചത്. മരങ്ങൾ മുറിക്കാതെയും തട്ടായുള്ള നിലത്തിന് ഭംഗം വരാതെയുമാണ് വീടിനുള്ള പ്ലാൻ തയ്യാറാക്കിയത്. ചണം, കരിങ്കൽ ചീളുകൾ, മെഷുകൾ തുടങ്ങിയവ പരമാവധി ഉപയോഗപ്പെടുത്തി. സിമന്റ് അത്യാവശ്യത്തിന് മാത്രം ഉപയോഗിച്ചു. വീടിന് താഴെ ചെറിയൊരു കുളവും സമീപം സന്ദർശക മുറിയും തുറന്നു. കുളത്തിലേക്ക് മഴവെള്ളം ആവാഹിച്ച് എത്തിച്ചു. പിന്നിലെ അധ്വാനം എന്ന് പറഞ്ഞാൽ ഇതൊരു കൺസെപ്റ്റാണ്. നമ്മുടെ മനസ്സിലുള്ള ഒരു ചിത്രം നമ്മൾ പ്രാവർത്തികമാക്കണം. കാരണം മുൻകൂട്ടി ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കിയിട്ട് അത് നമുക്ക് അനുകരിക്കാനൊന്നുമില്ല. നമ്മളൊരു പരീക്ഷണശാല പോലെയാണ് തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ വീട്ടുകാരെടുക്കുന്ന നാട്ടുകാരെടുക്കുന്നൊക്കെ ഒരുപാട് ആശങ്കകളും പിന്നെ ഒരുപാട് ചോദ്യങ്ങളൊക്കെ നമ്മൾ വന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ അധ്വാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഒരുപാട് മാനസികമായിട്ട് നമ്മൾ ഇതിന് തയ്യാറാകേണ്ടി വന്നിട്ടുണ്ട്. വീട്ടിൽ ഉപയോഗശൂന്യമായി കിടക്കുന്ന കളിപ്പാട്ടങ്ങൾ ശ്രദ്ധിച്ചപ്പോഴാണ് അവയെയും ഉപയോഗപ്പെടുത്താമെന്ന് കരുതിയത്. അങ്ങനെ വീട്ടിലുള്ള കളിപ്പാട്ടങ്ങൾ ചുമരിൽ ചേർത്ത് വെച്ചു. പിന്നീട് ചുമരുകൾ നിറയെ കളിപ്പാട്ടം നിറയ്ക്കാനായി പദ്ധതി. അതികഠിനമായ വേനലിൽ പോലും കുളിരു പരത്തുന്ന ഒരു സ്വപ്ന ഭവനമായി ശ്രീജേഷിന്റെ കാവ്യമേട വൈകാതെ മാറി. വെറുതെ ഇരിക്കുമ്പോൾ കവിത കുറിക്കുന്ന ശീലമുള്ളതുകൊണ്ടുകൂടിയാണ് വീടിന് കാവ്യമേട എന്ന് പേരിട്ടിരിക്കുന്നത്. ഭാര്യ രാഗിയും അമ്മ ശ്യാമളയും മക്കളായ അനവദ്യയും കൽഹാരയും ചേരുന്നതാണ് കാവ്യമേടയിലെ ഫുൾ ടീം. ന്യൂസ് ബ്യൂറോ, കുറ്റ്യാടി. കോഴിക്കോട് ബീച്ച് ഫയർ സ്റ്റേഷൻ പുനർനിർമ്മാണം യുദ്ധകാലാടിസ്ഥാനത്തിൽ നടത്തണമെന്ന് മലബാർ ഡെവലപ്മെന്റ് കൗൺസിൽ. റെയിൽവേ സ്റ്റേഷൻ നവീകരണം മൂലമുള്ള ഗതാഗത കുരുക്കിന് ബദൽ സംവിധാനം ഏർപ്പെടുത്തണമെന്നും കോഴിക്കോട് ചേർന്ന യോഗം ആവശ്യപ്പെട്ടു. അഗ്നിശമന സേനയുടെ പ്രസക്തിയും സേവനവും അനുദിനം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ അപകടാവസ്ഥ മൂലം പൊളിച്ചുമാറ്റിയ ബീച്ച് ഫയർ സ്റ്റേഷന്റെ പുനർനിർമ്മാണം വർഷങ്ങൾ പിന്നിട്ടിട്ടും ആരംഭിക്കാത്തതിൽ മലബാർ ഡെവലപ്മെന്റ് കൗൺസിലിന്റെ നേതൃത്വത്തിൽ വിവിധ സംഘടനകളുടെ സംയുക്ത യോഗം ആശങ്ക പ്രകടിപ്പിച്ചു. കോർപ്പറേറ്റ് സ്ഥാപനത്തിന്റെ CSR ഫണ്ട് ഉപയോഗിച്ച് താൽക്കാലിക ഫയർ സ്റ്റേഷൻ സൗജന്യമായി നിർമ്മിച്ച് നൽകാനുള്ള സന്നദ്ധത MDC മുഖേന സർക്കാരിനെ അറിയിച്ചെങ്കിലും ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ അനുമതി ലഭിക്കാത്തതിനാൽ നിർമ്മാണം പ്രതിസന്ധിയിലായിരിക്കുകയാണെന്ന് MDC പ്രസിഡന്റ് C ചാക്കുണ്ണി പറഞ്ഞു. വർദ്ധിച്ചു വരുന്ന ഓടുന്ന കാറുകൾ തീപിടുത്തം, അതുപോലെ ജനങ്ങൾ വെള്ളത്തിൽ വീണും മറ്റും ഒഴുക്കിൽപ്പെട്ടുമുള്ള കാര്യങ്ങളിലെല്ലാം സുസ്ഥിര സേവനമാണ് അഗ്നിശമന സേനാംഗങ്ങൾ നടത്തി വരുന്നത്. കോഴിക്കോടിനെ സംബന്ധിച്ച് വളരെ ഉപകാരപ്രദമായ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ബീച്ച് ഫയർ സ്റ്റേഷൻ കാലപ്പഴക്കമുള്ള അപകടാവസ്ഥ മൂലം പൊളിച്ചു മാറ്റി വർഷങ്ങൾ കഴിഞ്ഞു. ഇതുവരെ ബദൽ സംവിധാനം കണ്ടെത്താനോ പൊളിച്ചു മാറ്റിയ സ്ഥലത്ത് പുതിയ പുനർനിർമ്മാണത്താനോ പ്രവൃത്തികൾ ആരംഭിച്ചിട്ടില്ല. ഇത് വളരെയധികം വ്യാപാരികളിലും ജനങ്ങളിലും ആശങ്ക വരുന്നുണ്ട്. MDC പ്രസിഡന്റും കോൺഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ റെയിൽ യൂസേഴ്സ് അസോസിയേഷൻ വർക്കിംഗ് ചെയർമാനുമായ C ചാക്കുണ്ണി അധ്യക്ഷത വഹിച്ചു. രക്ഷാധികാരി A ശിവശങ്കരൻ, ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് MK അയ്യപ്പൻ, ട്രഷറർ MV കുഞ്ഞാമോ,
കോൺഫെഡറേഷൻ റീജിയണൽ കൺവീനർ ടി പി വാസു, സൺഷൈൻ ഷൊർണൂർ, ഓൾ കേരള കൺസ്യൂമർ ഗുഡ്സ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി CC മനോജ്, ജോസി വി ചുങ്കത്ത്, റിയാസ് നേരോത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കേരളത്തിലെ ആദ്യത്തെ AI എഡ്യൂടെക് സ്റ്റുഡന്റ് സ്റ്റാർട്ടപ്പ് ലോഞ്ചിങ്ങും പുരസ്കാര വിതരണവും ജൂലൈ 23-ന് മുക്കം MAMO കോളേജിൽ നടക്കും. കോളേജിലെ 3ാം വർഷ വിദ്യാർത്ഥിയായ അൻസാർ MP ആണ് നിർമ്മിത ബുദ്ധി അധിഷ്ഠിതമാക്കി സ്റ്റാർട്ടപ്പ് ആരംഭിച്ചത്. അൻസാർ നോട്ട് AI എന്ന പേരിൽ ഒരു കേരളത്തിലെ തന്നെ ആദ്യത്തെ AI സ്റ്റുഡന്റ് സ്റ്റാർട്ടപ്പ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഒരു വെബ്സൈറ്റും അതേപോലെ ആപ്പിന്റെയും ലോഞ്ചിങ് ഈ 23-ന് കോളേജിൽ വെച്ച് നടക്കുകയാണ്. ലോഞ്ച് ചെയ്യുന്നത് കോഴിക്കോട് ജില്ലാ കളക്ടർ സ്നേൽകുമാർ സിംഗ് IS ആണ്. നേരത്തെ തന്നെ വളരെ കുറഞ്ഞ സമയം കൊണ്ട്, അതായത് 2023 ഒക്ടോബർ മുതൽ 2024 ജനുവരി വരെയുള്ള വളരെ കുറഞ്ഞ സമയത്തിനിടയിൽ 1000 വിദ്യാർത്ഥികൾക്ക് AI കുറിച്ചുള്ള അവബോധം നൽകിയതിന്റെ പേരിൽ അൻസാർ ഓൾറെഡി ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിലും അതുപോലെ കേരള ബുക്ക് ഓഫ് റെക്കോർഡ്സിലും വന്നു കഴിഞ്ഞു. അതിന്റെ പുരസ്കാര വിതരണം കൂടെ അന്ന് നടക്കുകയാണ്. മുക്കം MAMO കോളേജിലെ 3ാം വർഷ BA അഡ്വർടൈസിംഗ് ആൻഡ് സെയിൽസ് മാനേജ്മെന്റ് വിദ്യാർത്ഥിയായ അൻസാർ MP-യുടെ കേരളത്തിലെ ആദ്യത്തെ AI എഡ്യൂടെക് സ്റ്റുഡന്റ് സ്റ്റാർട്ടപ്പ് നോട്ട് AI-യുടെ ആപ്പ് വെബ്സൈറ്റ് ലോഞ്ചിങ്ങും അൻസാർ നേടിയ ഇന്ത്യൻ ബുക്സ് ഓഫ് റെക്കോർഡ്സ്, കേരള ബുക്സ് ഓഫ് റെക്കോർഡ്സ് പുരസ്കാര വിതരണവും ജൂലൈ 23-ന് കോളേജിൽ നടക്കും. ചടങ്ങ് ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് IAS ഉദ്ഘാടനം ചെയ്യും. 2023 ഒക്ടോബർ മുതൽ 24 ജനുവരി വരെ ഏറ്റവും കുറഞ്ഞ കാലയളവിൽ 1000 വിദ്യാർത്ഥികൾക്ക് നിർമ്മിത ബുദ്ധി ബോധവൽക്കരണം നൽകിയാണ് അൻസാർ നേട്ടം കരസ്ഥമാക്കിയത്. പരിപാടിയുടെ ഭാഗമായി ടോക്ക് വിത്ത് ബിസിനസ് ഓണേഴ്സ് എന്ന പരിപാടിയും സംഘടിപ്പിക്കുമെന്ന് മുക്കം മുസ്ലിം യത്തീഖാന പ്രസിഡന്റ് V മരക്കാർ ഹാജി, കോളേജ് പ്രിൻസിപ്പൽ KH ഷുക്കൂർ, അഡ്വർടൈസിംഗ് ആൻഡ് സെയിൽസ് മാനേജ്മെന്റ് വിഭാഗം പ്രതിനിധി നിയാസ് അലി എന്നിവർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ജില്ലാ വാർത്തയിൽ ഒരിടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. The real beauty in your heart. Boche Gold and Diamonds. Buy now, pay later. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. സോളയർ ഫ്യൂച്ചറിസ്റ്റിക് എക്സ്പീരിയൻസ് സെന്റർ എൻസ്റ്റർ ഗ്രീൻ കോഴിക്കോട് പ്രവർത്തനം തുടങ്ങി. സൗരോർജം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഉപകരണങ്ങൾ പരിചയപ്പെടുത്തുന്നതാണ് സെന്റർ. റിന്യൂവബിൾ എനർജി ഉപയോഗപ്പെടുത്താൻ മാർഗനിർദ്ദേശങ്ങൾ ലഭിക്കും. ഉപഭോക്താക്കളുടെ സോളാർ എനർജി ഉപയോഗത്തിനുള്ള എല്ലാ ആവശ്യങ്ങൾക്കുള്ള പരിഹാരവും മാർഗനിർദ്ദേശവും ഒരുക്കുകയാണ് എൻസ്റ്റർ ഗ്രീൻ സോളയർ ഫ്യൂച്ചറിസ്റ്റിക് എക്സ്പീരിയൻസ് സെന്ററിലൂടെ. സോളാർ പാനൽ, സോളാർ ഇൻവെർട്ടർ, സോളാർ പവർ ജനറേറ്റർ, സോളാർ ആക്സസറീസ്, ACDB, DCDB, MPPT, ബാറ്ററീസ്, EV ചാർജർ തുടങ്ങിയ ഉപകരണങ്ങൾ റിന്യൂവബിൾ എനർജി ഉപയോഗത്തിന്റെ പ്രാധാന്യവും ആവശ്യകതയും ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുന്നു. സെന്ററിന്റെ ഉദ്ഘാടനം MK രാഘവൻ MP നിർവഹിച്ചു. മുഹമ്മദ് അലി ചേനങ്ങാടൻ, നുവൈസ് ചേനങ്ങാടൻ എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു. അനൂപ്, രഘു, ഷബീർ, രഞ്ജിത്ത്, വിജീഷ്, പ്രവീൺ, മണി തുടങ്ങിയവരാണ് മറ്റ് ഡയറക്ടർമാർ. കോഴിക്കോട് അശോകപുരത്താണ് സ്ഥാപനം പ്രവർത്തിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.
കാർ ഡീറ്റെയിലിംഗ് സെന്റർ കാർഡിസ് വേങ്ങേരി ബൈപ്പാസിൽ പ്രവർത്തനം തുടങ്ങി. പ്രമുഖ വ്യവസായി ബോബി ചെമ്മണ്ണൂർ ഉദ്ഘാടനം ചെയ്തു. കാറുകൾ ഒട്ടും പുതുമ നഷ്ടപ്പെടുത്താതെ സംരക്ഷിക്കുന്നതിന് ആവശ്യമായ നൂതന സേവനങ്ങളാണ് കാർഡിസ് നൽകുന്നത്. കോഴിക്കോട് വേങ്ങേരി ബൈപ്പാസ് സർവീസ് റോഡിൽ കിയ ഷോറൂമിന് സമീപമാണ് അതിനൂതന സംവിധാനങ്ങളോടെ കാർഡിസ് എന്ന കാർ ഡീറ്റെയിലിംഗ് സെന്റർ ആരംഭിച്ചത്. കാർ കെയറിനായി അത്യാധുനിക സജ്ജീകരണങ്ങൾ കാർഡിസ് നെക്സ്റ്റ് ജനറേഷൻ കാർ കെയറിൽ ഒരുക്കിയിട്ടുണ്ട്. കാർ ആൻഡ് ബൈക്ക് ഡീറ്റെയിലിംഗ്, നാനോ ഡയമണ്ട് കോട്ടിംഗ്, കാർ ആൻഡ് ബൈക്ക് വാഷ്, PPF റാപ്പിംഗ്, സെറാമിക് വാഷ്, ഇന്റീരിയർ ക്ലീനിംഗ്, ഫോം വാഷിംഗ്, കാർ ആക്സസറീസ്, ഗ്രാഫീൻ കോട്ടിംഗ്, പോളിഷിംഗ്, സെറാമിക് കോട്ടിംഗ്, കാർ ഇലക്ട്രിക്കൽ, ഇൻഷുറൻസ്, അണ്ടർബോഡി കോട്ടിംഗ് എന്നീ സേവനങ്ങൾ പുതിയതായാലും പഴയതായാലും തൻ്റെ കാറിനെയും ബൈക്കിനെയും സ്നേഹിക്കുന്നവർക്കായി സെന്ററിലൂടെ ലഭിക്കും. പിന്നെ ഇന്ന് ബുക്ക് ചെയ്യുന്ന കസ്റ്റമർക്ക് 50% ഓഫറിലാണ് പോളിഷ്, അതേമാതിരി സെറാമിക് കോട്ടിങ്, ഗ്രാഫൈൻ കോട്ടിങ് ചെയ്തു കൊടുക്കുന്നത്. ആദ്യത്തെ 100 കസ്റ്റമർക്ക് മാത്രമേ ഉള്ളൂ ഈ ഒരു ഓഫർ. സെന്ററിന്റെ ഉദ്ഘാടനം ഡോക്ടർ ബോബി ചെമ്മണ്ണൂർ നിർവഹിച്ചു. നമ്മുടെ ബോച്ചെ ഒരു ഏറ്റവും വലിയ ബിസിനസ് സ്ഥാപനത്തിന്റെ നിങ്ങളുടെ പഴയ കാറ് പുതിയൊരു കാറിന്റെ അടുത്ത് കൊണ്ടിട്ടാൽ ഇതിലേത് വേണമെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ആ കൺഫ്യൂഷനാവും. ഇത് ഏതപ്പോ ഇതിൽ പുതിയത് എന്ന ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും അല്ലേ? അത് തന്നെയാണ് സംഭവം. ഗൾഫ് വ്യവസായികളായ അലി ജാഫെക്സ് അലിയാമി, ഇബ്രാഹിം മോർസൂഖ്, ഹമ്മദ് അൽ ഫലാക്ക, അലി നാസർ ഹേക്കൽ എന്നിവർ വിശിഷ്ടാതിഥികളായെത്തി. കസ്റ്റമേഴ്സിനായി നിരവധി സമ്മാനങ്ങളും ഉദ്ഘാടനത്തിന് എത്തുന്നവർക്കായി നറുക്കെടുപ്പിലൂടെ ബോച്ചയിൽ നിന്നും സ്പോട്ട് ഗിഫ്റ്റ് നേടാനുള്ള അവസരവും ഒരുക്കിയിരുന്നു. ബോച്ചെ ടീ കൗണ്ടറിന്റെ ഉദ്ഘാടനവും ബോച്ചെ നിർവഹിച്ചു. കാർഡിസ് മാനേജ്മെന്റും ജീവനക്കാരും ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് നരുക്കിനി പഞ്ചായത്തിലെ 3-ാം വാർഡ് നൂനിക്കുന്നുമ്മൽ നിസാറിന്റെ വീട്ടിലെ പശുവിന്റെ തൊഴുത്തും കോഴിക്കൂടുമാണ് മരം വീണു തകർന്നത്. 50ഓളം കോഴികളും 2 പശുക്കളും അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത്. കഴിഞ്ഞ ദിവസം നരുക്കിനി പഞ്ചായത്തിലെ വിവിധ മേഖലകളിൽ ശക്തമായ കാറ്റാണ് വീശിയത്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കോഴിക്കോട് മുനിസിപ്പൽ കോർപ്പറേഷൻ എംപ്ലോയീസ് യൂണിയൻ CITU അവകാശ ദിനം ആചരിച്ചു. കോഴിക്കോട് CSIക്ക് മുൻപിൽ നിന്നും ആരംഭിച്ച പ്രകടനം കോർപ്പറേഷൻ ഓഫീസിൽ മുന്നിൽ ധർണാ സമരം നടത്തി. സമര പരിപാടിയിൽ യൂണിയൻ സെക്രട്ടറി സഖാവ് ഫൈസൽ സ്വാഗതം പറഞ്ഞു. സംസ്ഥാന ഫെഡറേഷൻ അംഗം സഖാവ് പ്രസന്നകുമാർ അധ്യക്ഷത വഹിച്ചു. CITU ജില്ലാ പ്രസിഡന്റ് സഖാവ് മാമ്പറ്റ ശ്രീധരൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ഫെഡറേഷൻ അംഗം P മൈമൂന അഭിവാദ്യം ചെയ്ത പരിപാടി സഖാവ് M രതീഷ് നന്ദി പറഞ്ഞു. കൂടാതെ വടകര നടന്ന പരിപാടിയിൽ ജില്ലാ ജോയിന്റ് സെക്രട്ടറി TC പ്രദീപൻ സ്വാഗതം പറഞ്ഞു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തനിക്കെതിരെ കൊയിലാണ്ടി ഏരിയ സെക്രട്ടറി നടത്തിയ പ്രസ്താവന വസ്തുതാ വിരുദ്ധമെന്ന് NV ബാലകൃഷ്ണൻ. നിപ്പ പ്രതിരോധം മന്ത്രി വീണ ജോർജിന്റെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്നു. മൊകവൂർ ദേശീയപാതയിൽ അമ്പലപ്പടിയിൽ പാചകവാതക ബുള്ളറ്റ് ടാങ്കറിന്റെ ഷാസിയിൽ നിന്ന് വേർപെട്ട നിലയിൽ. മലബാറിലെ ക്ഷേത്ര ജീവനക്കാരോട് സർക്കാർ കാണിക്കുന്ന അവഗണനയിൽ പ്രതിഷേധിച്ച് ജൂലൈ 21 കരിദിനമായി ആചരിക്കുമെന്ന് സംയുക്ത സമരസമിതി. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.